നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നകുളം കാണിയാമ്പാലിൽ കുളത്തിൽ വീണ് യുവാവ് മരിച്ചു. പെരിങ്ങോട് പാലിക്കപ്പറമ്പിൽ വീട്ടിൽ അനീഷാണ് മരിച്ചത്. 41 വയസ്സാണ്. ഉറങ്ങാൻ കിടന്ന അനീഷിനെ രാവിലെ വീട്ടിൽ കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ തെരച്ചിലിൽ കാണിയംകുളത്തിന് സമീപം ഇയാളുടെ ചെരുപ്പും തോർത്തുമുണ്ടും കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു. അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ വിജയകൃഷ്ണൻ, ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേന സംഘം സ്ഥലത്തെത്തി നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കുളത്തിൽ കണ്ടെത്തി പുറത്തെടുത്തു. തുടർന്ന് കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ അൻവർ, രഞ്ജിത്ത്, പവിത്രൻ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ഡൽഹിയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ കാറുകൾ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയ യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർകോട് പള്ളിക്കര ബിലാൽ നഗറിൽ അർഫ വില്ലയിൽ 32 വയസ്സുള്ള മുഹമ്മദ് തൻസീറിനെയാണ് SHO വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. താമരയൂർ നന്ദനം ഹെറിറ്റേജിൽ ഒല്ലൂക്കാരൻ ഫെലിക്സ് ആന്റണിയുടെ പരാതിയിലാണ് അറസ്റ്റ്. 2024 കേസിനാസ്പദമായ സംഭവം നടന്നത്. കുറഞ്ഞ വിലയിൽ 3 ഇന്നോവ കാറുകൾ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് 22 ലക്ഷം രൂപയാണ് തൻസീർ ഫെലിക്സ് ആന്റണിയിൽ നിന്നും കൈക്കലാക്കിയത്. തുടർന്ന് ഒരു കാർ മാത്രം നൽകി മുങ്ങുകയായിരുന്നു. ഇയാൾക്കെതിരെ സമാന രീതിയിൽ നിരവധി പരാതികളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിനു ശേഷം ഒളിവിലായിരുന്ന പ്രതിയെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. SI മാരായ CK ഷാജു, MP പ്രേമൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജോസ് പോൾ, ജോമോൻ, ലാൽ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കുരങ്ങ് ശല്യത്തിൽ ദുരിതം അനുഭവിക്കുകയാണ് കടങ്ങോട് മണ്ടംപറമ്പ് എളാട്ടുവളപ്പിൽ കൃഷ്ണൻകുട്ടി. കുരങ്ങുകൾ മേൽക്കൂര പൊളിച്ച വീടിന്റെ ചുമരുകൾ മഴയിൽ നനഞ്ഞു കുതിർന്ന് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. മണ്ടംപറമ്പ് ഉന്നതിയിലെ ഓടുമേഞ്ഞ വീട്ടിലാണ് 64-കാരനായ കൃഷ്ണൻകുട്ടി തനിച്ച് താമസിക്കുന്നത്. വനത്തിൽ നിന്നും കൂട്ടത്തോടെ ഇറങ്ങുന്ന കുരങ്ങുകളാണ് കൃഷ്ണൻകുട്ടിയുടെ ജീവിതം നരകതുല്യമാക്കുന്നത്. 4 വർഷം മുമ്പ് തുടങ്ങിയ കുരങ്ങു ശല്യത്തിന് ഇപ്പോഴും അറുതിയില്ല. കൃഷ്ണൻകുട്ടി പുറത്തിറങ്ങിയാൽ വീടും പറമ്പും കുരങ്ങുകളുടെ വിഹാര കേന്ദ്രമായി മാറും. വീടിന്റെ ഓടുകൾ ഇളക്കി താഴെയിടും. അകത്തു കയറി വസ്ത്രങ്ങളും സാധന സാമഗ്രികളും ഭക്ഷ്യവസ്തുക്കളും നശിപ്പിക്കും. വീടിന്റെ മുകളിൽ കയറി കളിക്കലും വീട് പൊന്തിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് ഭക്ഷണ സാധനങ്ങൾ അവർ തിന്നുപോക്കും. അരി സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് തിന്നിട്ടും അകത്ത് നിറയെ തോറി പെരക്കിയിട്ടും എല്ലാം നശിപ്പിച്ച് പോകുകയാണ് സാധാരണ പതിവ്. ഞങ്ങൾ പണി കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലൊരു സാധനം ഉണ്ടാവില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. ഇത് കൃഷ്ണൻകുട്ടിയുടെ മാത്രം അവസ്ഥയല്ല. ഉന്നതിയിലെ പല വീടുകളിലും കുരങ്ങുകളുടെ ആക്രമണം പതിവാണ്. സർക്കാർ ആനുകൂല്യത്തിലും വായ്പയെടുത്തും വീട് വാർപ്പാക്കിയാണ് ഭൂരിഭാഗം കുടുംബങ്ങളും കുരങ്ങുശല്യത്തിൽ നിന്നും രക്ഷ നേടിയത്. ഇതിന് കഴിയാത്ത ചില കുടുംബങ്ങൾ താമസം മാറി. കൃഷ്ണൻകുട്ടിക്ക് ബന്ധുക്കളില്ലാത്തതിനാൽ വീട് ഉപേക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. വീട്ടിൽ താമസം തുടങ്ങിയിട്ട് 10 വർഷത്തോളം മേലെ കഴിഞ്ഞു. ഇവിടെ പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടിയിട്ടും ഈ ഒപ്പിട്ട തരാത്ത കാരണമാണ് ചില കുരങ്ങന്മാർ ശല്യം കൊണ്ടും എനിക്കിവിടെ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. മേൽക്കൂര തകർന്ന വീട് താമസയോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ്. ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കുവാൻ അർഹതയുണ്ടെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുടെ നൂലാമാലയിൽ ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടു കിടക്കുകയാണ്. എന്നാൽ വീട് ഉപേക്ഷിക്കാൻ കഴിയാത്ത കൃഷ്ണൻകുട്ടി ജീവൻ പണയം വെച്ചാണ് നിലം പൊത്താറായ വീട്ടിൽ അന്തി ഉറങ്ങുന്നത്. നേപ്പാളിൽ വെച്ച് നടക്കുന്ന 3ാമത് വേൾഡ് മിക്സ് ബോക്സിംഗിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കരിക്കാട് അല്ലമീൻ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥി പങ്കെടുക്കും. 8ാം ക്ലാസ് വിദ്യാർത്ഥി KS കാശിനാഥാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരത്തിൽ പങ്കെടുക്കുക. മലപ്പുറം കാലടിയിലെ കോലത്തറ പറമ്പിൽ വീട്ടിൽ ശിവദാസിന്റെയും ധന്യയുടെയും മകനാണ് കാശിനാഥൻ. കാശിനാഥന് സ്കൂളിൽ യാത്രയയപ്പ് നൽകി. അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൾ ഗനി അധ്യക്ഷത വഹിച്ചു. അന്യായമായ വൈദ്യുതി നിയന്ത്രണത്തിനെതിരെ CPIM ചാവക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പ്രകടനം കോച്ച്ബിൻ സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം മാലിക്കുളം അബ്ബാസ് അധ്യക്ഷനായി. PS അശോകൻ സ്വാഗതം പറഞ്ഞു. KC സുനിൽ, TM ബാബുരാജ്, CG സതീശൻ, MM സുമേഷ്, KS വിഷ്ണു, മുഹമ്മദ് റിനൂസ് എന്നിവർ നേതൃത്വം നൽകി.
കാണിപ്പയ്യൂർ വെള്ളത്തേരി പരമേശ്വരൻ മേനോൻ നിര്യാതനായി 76 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച കാലത്ത് 8 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, കുന്നംകുളം മണ്ഡലം ബ്ലോക്ക് സെക്രട്ടറി, കാണിപ്പയ്യൂർ യൂണിയൻ സെക്രട്ടറി, കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ സെക്രട്ടറി, കാണിപ്പയ്യൂർ സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉഷ ഭാര്യയും പ്രിയങ്ക, പ്രിയത, അഭിജിത്ത് എന്നിവർ മക്കളുമാണ്. കേച്ചേരി പട്ടിക്കര വാഴപ്പള്ളി ജോസ് നിര്യാതനായി 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഓമന ഭാര്യയും സുമി, സൗമ്യ എന്നിവർ മക്കളുമാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.